ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മാസ് റെസിപ്പി. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു യമ്മി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബനാന കേക്കാണ്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുകൂടാതെ ബെല്ലൈക്കണും പ്രസ് ചെയ്യേണ്ടതാണ്. നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണാം. കേക്കിന് വേണ്ടത്: നല്ലോണം പഴുത്ത 3 പഴം തൊലി കളഞ്ഞ ശേഷം സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. അടുത്തതായി 2.5 കപ്പ് മൈദയാണ്. ഇത് നമുക്കൊന്ന് സേവ് ചെയ്തെടുക്കാം. 2.25 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക്. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് 125 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം 1 കപ്പ് ഫൈൻ ഷുഗർ നമ്മൾ പഞ്ചസാര പൊടിച്ചതാണ്. ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം, നല്ല സ്മൂത്ത് ആകുന്നത് വരെ. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് 3 മുട്ടയാണ്. നമ്മൾ മുട്ട ആഡ് ചെയ്യുമ്പോൾ 1 by 1 ആയിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. ഒരെണ്ണം ആഡ് ചെയ്യുക, അത് നന്നായി ബീറ്റ് ചെയ്ത് ക്രീമി ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. വീണ്ടും അടുത്തതിടുക. അങ്ങനെ നമ്മൾ 3 മുട്ടയും ബീറ്റ് ചെയ്തെടുക്കണം, നല്ല ക്രീമി ആകുന്നത് വരെ. കേക്ക് ഉണ്ടാക്കാനായിട്ട് മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. നല്ല ക്രീമിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുന്നേ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കുറച്ചായി ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കാം. അടുത്തതായി പാലാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പും 2.5 ടേബിൾ സ്പൂണുമാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഇത് നമുക്ക് 2 ഭാഗങ്ങളായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കുക, പിന്നെ ബീറ്റ് ചെയ്യുക, വീണ്ടും അടുത്തത് ചേർത്ത് കൊടുക്കുക, ബീറ്റ് ചെയ്യുക. അങ്ങനെ പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഓവർ മിക്സ് ആയി പോകരുത്. അതുകൂടാതെ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം ഇതിന് യൂസ് ചെയ്യേണ്ടത്. നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വാനില എസൻസ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം ഉടച്ചു വെച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് യോജിക്കാൻ വേണ്ടി മാത്രമാണ്, ഓവർ മിക്സ് ആയി പോകരുത്. പഴം നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ആദ്യം ഇതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാനായിട്ട് ബട്ടറും മൈദയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബാറ്റർ ട്രേയിലേക്ക് മാറ്റാം. നന്നായി ഒന്ന് ആ മോൾ ഭാഗം ഫ്ലാറ്റ് ആക്കി കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് 10 മിനിറ്റ്സ് 160 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തിരിക്കുന്ന ഓവനിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം 30 to 40 മിനിറ്റ്സ് 160 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് കൊണ്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് കുത്തി നോക്കാം. നമ്മുടെ കേക്ക് നല്ല വെന്തിട്ടുണ്ട്, നമ്മുടെ ടൂത്ത് പിക്ക് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുപ്പിച്ച ശേഷം കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള കേക്കാണ്. കണ്ടില്ലേ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക്